ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും വീട്ടിൽ ചോറ് വെക്കുന്നവരാണല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ചോറ് കൊണ്ട് നമുക്കൊരു കിടിലൻ റെസിപ്പി തയ്യാറാക്കി നോക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പൊറോട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പൊറോട്ട എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇന്നലെ ബാക്കി വന്ന ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് പാകത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സി ജാറിലേക്ക് ചോറ് ചേർത്തതിന് ശേഷം നമുക്കിനി ഒരു കോഴിമുട്ട കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഒരു കോഴിമുട്ട എടുത്ത് ഇതിലേക്ക് ഉടച്ച് ചേർക്കുക. ഉടച്ച് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കുക. കൂടുതലായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പാകത്തിന് ഇത് കുഴച്ചെടുക്കാനായിട്ട് കഴിയില്ല കേട്ടോ. കുറച്ച് ഇതൊന്ന് അരയാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർക്കുക. അതിനുശേഷം നല്ല രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് ജാറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഉരുളിയിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. ഉരുളിയിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ ചോറ് എടുത്ത അതേ കപ്പിന് 2 കപ്പ് മൈദ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. മൈദ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇനി വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. കുഴയ്ക്കുന്നതിന് കുറച്ച് മുമ്പിലായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടതുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഇതിൽ വീഡിയോ സ്കിപ്പായിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കൂലേ, അതേ രീതിയിലല്ല, അതിലും കുറച്ചും കൂടി ലൂസായിട്ടാണ് കേട്ടോ ഇത് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റിന് വെക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് നല്ല മയത്തിൽ ഇത് കിട്ടും, ഈ കുഴച്ചെടുത്ത പൊടി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റിന് വെക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ 2 മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടി കുഴച്ച് വെച്ചത് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഈ കൗണ്ടർ പോയിൻറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ കുഴച്ച് വെച്ച അത് 3 ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ആദ്യം അത് മുഴുവൻ എടുത്തിട്ട് ഈ ഒരു കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം അത് 3 ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ടൊന്ന് നീട്ടി പരത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നീട്ടി പരത്തുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചപ്പാത്തിക്കോലല്ല, ഞങ്ങൾ ചപ്പാത്തി ഇടുന്നത് ഈ ഒരു PVC പൈപ്പിൻ്റെ കഷ്ണം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് നീട്ടി പരത്തുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം അത് നന്നായിട്ട് മടക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മടക്കിയെടുക്കുക. മടക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 5 ഭാഗങ്ങളായിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത കഷ്ണം വീണ്ടും നമുക്ക് മാറ്റി വെച്ചിട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തത് ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ആ ഒരു ഉരുള വീണ്ടും ഉരുട്ടിയതിന് ശേഷം വീണ്ടും നീട്ടിയൊന്ന് പരത്തുക. നീട്ടി പരത്തിയതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ലെയറായിട്ട് കിട്ടുന്നതാണ് കേട്ടോ പൊറോട്ട. അതേ രൂപത്തിൽ വന്നിട്ടില്ലെങ്കിലും പൊറോട്ടേൻ്റെ അതേ ടേസ്റ്റ് ഇതിനുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം അത് വീണ്ടും ഒന്ന് ചുറ്റിച്ചെടുക്കട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ഓരോ ഉരുളകളാക്കി ഈ ഒരു രീതിയിൽ മടക്കി വെക്കട്ടോ.
ഇങ്ങനെ ഈ എല്ലാ ഉരുളകളും അങ്ങനെ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് പരത്തിയിട്ട് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി എണ്ണ ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ കുഴയ്ക്കുന്ന സമയത്തും ഇത് പരത്തുന്ന സമയത്തും എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇത് പരത്തിയതിന് ശേഷം നേരിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇനി എണ്ണ ഉപയോഗിച്ച് ചുട്ടെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ എണ്ണ ഉപയോഗിക്കാതാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. നമുക്ക് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇനി കൂടുതലായിട്ട് വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കോലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള PVC പൈപ്പോ അങ്ങനെ നിങ്ങൾ എന്താണോ പരത്താൻ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ. എനിക്ക് നല്ല റൗണ്ടായിട്ടൊന്നും കിട്ടിയില്ല, എന്നാലും ഏകദേശം ഒരുവിധം റൗണ്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിക്കുന്ന അതേ പൊറോട്ടേനെ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു 18 പൊറോട്ടയെങ്കിലും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ ഹെൽത്തി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൊറോട്ടയാണ് കേട്ടോ ഇത്. ഒരു മായമില്ലാത്ത നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാരോ അങ്ങനെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഒരു കോഴിമുട്ടയും ബാക്കി വന്ന കുറച്ച് ചോറും മൈദ മാവും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഇത്ര മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് നേരത്തൊരു മെനക്കെടുണ്ട്, എന്നാലും നമുക്ക് നല്ലൊരു പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ അധികം വേണ്ടതിന് ഈ കൗണ്ടർ പോയിൻറ്റിൽ ഒഴിക്കാനുള്ള കുറച്ച് എണ്ണ മാത്രം മതി. ചുട്ടെടുക്കാനായിട്ട് എണ്ണ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ നല്ല സുഖത്തിൽ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.